ങ്ങളും പ്രത്യേകമായ ചില തടസ്സങ്ങളുമെല്ലാം ചില ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു. അതിൻ്റെയെല്ലാം ഫലമായാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ഒരാഘോഷ ദിനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നത്. എല്ലാവർക്കും അറിയാം പലവിധ തടസ്സങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. ഞാനതിൻ്റെയൊന്നും ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും നമുക്കിത് യാഥാർത്ഥ്യമായേ തീരൂ എന്ന നിശ്ചയദാർഢ്യവും അതെല്ലാമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത്. 2017 ജൂണിൽ തന്നെ ബർത്തുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അതിനുശേഷമുണ്ടായ പ്രകൃതി ദുരന്തം, അതിൻ്റെ തുടർച്ചയായി മഹാമാരി, അതെല്ലാം വർഷങ്ങൾ നമ്മെ പ്രതികൂലമായി ബാധിച്ചത് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നിശ്ചയിച്ച സമയക്രമത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് നാം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിൻ്റെ ഫലമായി ഈ ദിനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അന്താരാഷ്ട്ര പ്രാധാന്യം ഈ തുറമുഖം ഉയർന്നു വരുമ്പോൾ ഒന്നുകൂടി വർദ്ധിക്കുന്നുവെന്നതാണ് നാം കാണേണ്ടത്. സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് വരുമ്പോൾ മറ്റ് ചില ശക്തികൾ, അത് അന്താരാഷ്ട്ര ലോബികൾ തന്നെ ഇതിനെതിരെ ചിന്തിച്ചു എന്ന് വരാം. ഇത് യാഥാർത്ഥ്യമാവാതിരിക്കാൻ രംഗത്ത് വന്നു എന്ന് വരാം. അതെല്ലാം ഇക്കാര്യത്തിലുണ്ടായി എന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വിഴിഞ്ഞം ആ രീതിയിൽ ഉയരുന്നത് പല വാണിജ്യ ലോബികൾക്കും ഇഷ്ടമായിരുന്നില്ല എന്നാണ് വസ്തുത. അപ്പോൾ അവരും അതിനെതിരെ രംഗത്തുണ്ടായി. ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ഥാപിത താൽപ്പര്യത്തോടെ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ അതൊന്നും നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയെയോ നിർവഹണശേഷിയെയോ ദുർബലപ്പെടുത്താൻ ഉതകുന്നതായിരുന്നില്ല. കാരണം നമുക്കിത് യാഥാർത്ഥ്യമായേ തീരുമായിരുന്നുള്ളൂ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായി ഉയരണമെന്ന കാര്യത്തിൽ നമുക്ക് പണ്ടേ വ്യക്തമായ
നിലപാടുണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു കടുത്ത നിഷ്കർഷ. അതിനെ അഴിമതിക്കുള്ള വഴിയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ മാറ്റരുത് എന്നതായിരുന്നു അത്. ആ ഒരു അപകട സാധ്യതയെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ സാധ്യത അല്ലെങ്കിൽ സാധ്യതകളുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ഈ തുറമുഖത്തെ ഈ വിധത്തിൽ സർവസജ്ജമാവിധം പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. ഇവിടെ പറഞ്ഞു അന്താരാഷ്ട്ര കപ്പൽ ചാനൽ, അതിൽ നിന്ന് കേവലം 11 നോട്ടിക്കൽ മൈലിനുള്ളിൽ ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിദത്തമായ 20 മീറ്റർ സ്വാഭാവിക ആഴം, ഇതെല്ലാം ഈ തുറമുഖത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ രാജ്യത്ത് മുഖ്യ കടൽപ്പാതയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന മറ്റൊരു തുറമുഖമില്ല എന്നതാണ് വസ്തുത. ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം 10 ലക്ഷം 20 ഫൂട്ട് ഇക്വലൻ്റ് യൂണിറ്റ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖമായാണ് ഇത് മാറുന്നത്. ഈ തുറമുഖം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നല്ല ഇടപെടൽ ഇതേവരെയുള്ള പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സജീവമായി ഇടപെട്ട രണ്ടാമത്തെ മന്ത്രി 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അത് ശ്രീ അഹമ്മദ് ദേവർകോവിലാണ്. അദ്ദേഹവും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നല്ല ശ്രമം അർപ്പണബോധത്തോടെ നടത്തിയിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ, കരുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉണ്ടായി എന്നതാണ് വസ്തുത. 2021 പുലിമൂട്ടിൻ്റെ നീളം ഭാഗികമായി മാത്രമാണ് തയ്യാറാക്കാൻ സാധിച്ചിരുന്നത്. കേവലം 650 മീറ്റർ. ആ ഘട്ടത്തിൽ നിർമ്മാണോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് ഇതിലെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു. പക്ഷേ ഇതുകൊണ്ട് തുറമുഖ നിർമ്മാണം തടസ്സപ്പെട്ടുകൂടാ എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി പ്രതിമാസ അവലോകനങ്ങൾ നടത്തി. ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തന്നെ തയ്യാറാക്കി. സംസ്ഥാനത്തു നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി. പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘടകത്തിൻ്റെയും സമയകൃത്യത ഉറപ്പാക്കി. 2022 ജൂൺ 30 ഇലക്ട്രിക് സബ്സ്റ്റേഷനും അതേ തുടർന്ന് പ്രധാന സബ്സ്റ്റേഷനും പൂർത്തിയാക്കി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്
നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഗേറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നടന്നത്. മെയ് മാസത്തിൽ വർക്ക്ഷോപ്പ് കെട്ടിടം പൂർത്തിയാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ കപ്പൽ ഇവിടെ എത്തിച്ചേർന്നു. തുടക്കത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് അതിവേഗതയിലാണ് പുലിമൂട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോൾ 2960 മീറ്റർ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ 2500 മീറ്ററോളം അക്രോപോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 11 കിലോമീറ്റർ പ്രകൃതി സൗഹൃദ തുരങ്ക റെയിൽവേ പാത നിർമ്മിക്കുന്നതിന് DPR സമർപ്പിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഇതുമാത്രമല്ല, ഈ പോർട്ടിനെ ദേശീയപാത 66മായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റോഡിൻ്റെ 35% പൂർത്തിയായിട്ടുണ്ട്. 6000 കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കുന്ന ഔട്ടർ റിംഗ് റോഡ് കൂടി വരുന്നതോടെ ഈ പദ്ധതി വലിയ നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യും. ഔട്ടർ റിംഗ് റോഡിൻ്റെ ഭാഗമായി ഈ പദ്ധതിയുടെ അനുബന്ധമായുള്ള ഒട്ടേറെ വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും സഹകരണം ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിലും അനുബന്ധ വികസന പ്രവർത്തനങ്ങളിലും നല്ല ശ്രദ്ധയോടെ നീങ്ങാൻ കഴിഞ്ഞു എന്നതാണ് ഈ അനുഭവങ്ങൾ കാണിക്കുന്നത്. 800 മീറ്റർ കണ്ടെയ്നർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ 400 മീറ്റർ പ്രവർത്തന സജ്ജമാണ്. സ്വീഡനിൽ നിന്ന് കൊണ്ടുവന്ന 31 അത്യാധുനിക റിമോട്ട് കൺട്രോൾഡ് ക്രെയിനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് 8867 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. ഇവിടെ പറഞ്ഞു, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാലും മനസ്സിലാക്കാൻ ആവർത്തിക്കുന്നത് നല്ലത്. തോന്നും. ഈ 8867 കോടിയിൽ 5595 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി തുറമുഖ നിർമ്മാണ ആ നിലക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ
ഉത്തമ മാതൃകയായി വളരേണ്ട സംരംഭമാണിത്. സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിൽ കാട്ടിയ മുൻകൈയും സഹകരണവും മുൻനിർത്തി അദാനി ഗ്രൂപ്പിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 8 കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് വളരെ അനുകൂലമായ നയം സ്വീകരിക്കുന്ന സർക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫലമായി 8 കോടിക്ക് പകരം 100 കോടിയിൽ പരം രൂപ ഇവിടെ പുനരധിവാസത്തിന് മാത്രമായി ചെലവഴിച്ചു എന്നതും നാം കാണേണ്ടതുണ്ട്. ആ നിലക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള, പ്രത്യേകിച്ച് അടിസ്ഥാന വർഗങ്ങളോടുള്ള കരുതലിൻ്റെയും പ്രതിബദ്ധതയുടെയും കൂടി ദൃഷ്ടാന്തമാണ് ഈ തുറമുഖം. നിർമ്മാണം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലായി വിഴിഞ്ഞത്തുള്ള ആളുകൾ, വിഴിഞ്ഞം നിവാസികൾ വിവിധ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തുകയും അദാനി കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. 5000-ലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിൻ്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത്. ഇവിടെ ആരംഭിച്ചിട്ടുള്ള മറ്റൊന്ന്, തുറമുഖാധിഷ്ഠിത തൊഴിൽ ധാരാളം സാധ്യതയായിട്ട് വരാൻ പോവുകയാണ്. ഇപ്പോൾ തുറമുഖാധിഷ്ഠിത തൊഴിൽ പരിശീലനത്തിന് 50 കോടി രൂപ ചെലവിൽ ട്രെയിനിങ് സെൻറ്റർ ഇവിടെ ഒരുക്കുകയാണ്. അപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇത് പ്രയോജനപ്പെടാനാണ് പോകുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ 5000 കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാനത്ത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ലഭിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളം രാജ്യത്തിനാകെ നൽകുന്ന സംഭാവനയും സമ്മാനവുമാണ് ഈ വിഴിഞ്ഞം തുറമുഖം. ഈ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായിട്ട് കേരളം മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വ്യവസായം, വാണിജ്യം, ഗതാഗതം, ടൂറിസം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ വികസനത്തിനും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്കും ഈ വിഴിഞ്ഞം തുറമുഖം കാരണമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുബന്ധ വ്യവസായങ്ങൾക്ക് വലിയ സാധ്യതയാണ് ഈ പ്രദേശത്ത് കാണുന്നത്. അനന്തമായ സാധ്യത. അതൊരു പർവ്വതീകരിച്ച് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ആ രീതിയിലേക്ക് ഈ സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അവ പ്രയോജനപ്പെടുത്താൻ മറ്റ് വാണിജ്യ വ്യവസായ രംഗങ്ങളിലുള്ള സംരംഭകർ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലുകൾ എത്തിച്ചേരുന്നത് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കും. വിഴിഞ്ഞം തുറമുഖം വഴി
കേരളത്തിലേക്ക് ചരക്കിറക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തിന്മേൽ ഇൻ്റഗ്രേറ്റഡ് GST കൂടി കസ്റ്റംസ് വിഭാഗം ഈടാക്കും. ഇതിൻ്റെ പകുതി സംസ്ഥാനത്തിന് ലഭിക്കും. ഇതിനു പുറമെ ചരക്കുകൾ ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനുമുള്ള ഫീസുമായി ബന്ധപ്പെട്ട നികുതിയും ലഭിക്കും. തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളുടെ ഫീസിന്മേലും നികുതി ലഭിക്കും. കപ്പലുകൾ തുറമുഖത്ത് ഇന്ധനം നിറക്കുന്ന ചില സാഹചര്യങ്ങളിലും സംസ്ഥാനത്തിന് നികുതി ലഭിക്കും. സാധാരണ സാമ്പത്തിക അവസ്ഥകളിൽ പോലും സാധ്യമാകാത്ത കാര്യങ്ങളാണ്. വലിയ സാമ്പത്തിക വിഷമം, അതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ആ സാമ്പത്തിക വൈഷമ്യത്തിൻ്റെ കാലയളവിൽ നമുക്ക് നടപ്പാക്കാനായത്, ഇത് ഒരു സംശയവുമില്ല ചരിത്രം സൃഷ്ടിക്കൽ തന്നെയാണ്. എന്നാൽ നമ്മളിവിടെ വിശ്രമിക്കുകയല്ല ചെയ്യുന്നത്. നാം ചില ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിലാണ്. മധ്യവരുമാന വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തലാണ് നാം ലക്ഷ്യമിടുന്നത്. അതിനായി വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും എല്ലാം കേരളത്തെ പരിവർത്തിപ്പിക്കുകയാണ് നാം ലക്ഷ്യമിടുന്നത്. ഈയൊരു മാറ്റം സാധ്യമാകണമെങ്കിൽ വ്യവസായ വാണിജ്യ മേഖല നല്ല പങ്ക് വഹിക്കേണ്ടതുണ്ട്. അതിന് ഊർജം പകരുന്നതാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പൂർത്തീകരണം. അത് നേരത്തെ പറഞ്ഞതുപോലെ സമയബന്ധിതമായി പൂർണ്ണമായ തോതിൽ സാധ്യമാക്കും എന്ന ഉറപ്പാണ് കേരളത്തിന് മുന്നിൽ ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പ് എത്തിച്ചേർന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു സർ. To present a token of our appreciation and gratitude to Honorable Chief Minister Shri Pinarayi Vijayan, as well as our chief guest today, Shri Sarbananda Sonowal, I'd like to invite Shri Karan Adani to step forward and to present the mementos. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് വന്ന ആദ്യത്തെ കണ്ടെയ്നർ കപ്പലിന് വരവേൽപ്പരുളിക്കൊണ്ടുള്ള ഈ പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ശ്രീ കരൺ അദാനി ഗ്രൂപ്പിൻ്റെ പേരിലുള്ള ഒരു സ്നേഹോപഹാരം അർപ്പിക്കുകയാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ മാതൃകയിലുള്ള ഒരു ഉപഹാരമാണ് സമർപ്പിക്കുന്നത് എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. I now invite Shri Karan Adani to present a memento in appreciation to Shri Sarbananda Sonowal, Honorable Union Minister for Ports, Shipping and Waterways, the chief guest at this ceremony. I'd also like to invite Mr. Karan Adani to present a memento to Shri V.N. Vasavan, who is the presiding officer of this ceremony and our Honorable Minister for Ports. Thank you, Mr. Adani. തൻ്റെ വിശിഷ്ടമായ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഇന്നത്തെ
ഈ ദിവസത്തെ സമ്പന്നമാക്കുകയും തൻ്റെ നിരന്തരമായ പിന്തുണ കൊണ്ട് നമ്മുടെ ഈ പദ്ധതിയെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന നമ്മുടെ ആദരണീയനായ കേന്ദ്രമന്ത്രി, ഓണറബിൾ ഷിപ്പിംഗ്, പോർട്സ് ആൻഡ് വാട്ടർവേസ് മിനിസ്റ്റർ ശ്രീ Shorbanand Sonowal ji, we are delighted and honored by your gracious presence and your continued support for our project. We learn that in your new term as the Cabinet Minister at the Union of India, you have chosen Kerala as your first destination for an official tour. We are greatly beholden to you for that, and we also hope that this signifies a clarion call to the rest of the world that Vizhinjam is the new destination of India in maritime trade. Thank you so much for your presence, and we welcome you to deliver a special address to us. Namaskar. Respected Sri Pinarayi Vijayan ji, the Honorable Chief Minister of Kerala, respected Speaker of Kerala Legislative Assembly, Sri A.N. Shamsher ji, respected Minister of Port, Government of Kerala, B.N. Basavanji, and other respected minister present here today, and also Honorable Member of Parliament, MLAs, Mayor of Thiruvananthapuram, and respected Chief Secretary of Kerala, and respected Sri Karan Adani, the Managing Director of Adani Port SCZ, and other respected officers from the state of Kerala as well as Government of India, distinguished guests, ladies and gentlemen, and my dear media friends. Namaskaram Vizhinjam, Namaskaram Kerala. I am so happy to be here today in the beautiful state of Kerala for the celebration of the arrival of the first mothership in Vizhinjam International Seaport. Malayalis are warm and hospitable in nature. Their commitment, honesty, and integrity is unparalleled. The scenic beauty of the state of Kerala and its deep cultural and artistic heritage has always enthralled me and compelled me to visit Kerala again and again. At the very outset, I would like to congratulate the Government of Kerala for its initiative and leadership in setting up of a new benchmark in the country's maritime sector by creating a new greenfield world-class port in the country. Vizhinjam Port is truly India's first deep-water international container transshipment terminal. I would also like to congratulate Adani Port SCZ for their valuable contribution towards creating a modern port infrastructure enabling reduction of logistic costs, saving transit time, and reducing our dependency of foreign transshipment port. This port project demonstrates how a successful public-private partnership between the central government
private sector and the state government can unleash the immense potential of our maritime sector. This is one of the exemplary success stories of the PPP model in creating state-of-the-art port infrastructure. This is a big step forward in the implementation of our Honorable Prime Minister Shri Narendra Modi's vision of creating world-class port infrastructure in the country. As envisioned by our Honorable Prime Minister, mega port project including all-weather deep draft port at Vadhavan and international container transshipment terminal at Galathiar Bay are also being executed by the Ministry of Port Shipping and Waterways in a mission mood. Very soon, the country will witness the addition of these two best-in-class maritime infrastructure that will position Bharat as a leading maritime nation on the global map. The Vizhinjam port, with its locational advantage being close to the international AXIM trade lanes and the deep draft capability, will be in a position to offer many operational benefits to the user that will help in positioning this port as a preferred option amongst the shipping line and AXIM traders. I am sure that the port's capability to service mega-sized container vessel with other associated services that it offers, Vizhinjam Port will offer stiff competition to the existing transshipment hub at Colombo and Singapore. I look forward to seeing a positive shift in the near future of the sum of the international transshipment cargo from Colombo and Singapore to this port at Vizhinjam. In the emerging geopolitical scenario impacting international maritime trade, this port will offer a viable alternative and an option to the major shipping lines to mitigate the disruption in the global supply chain. I am sure that this port, being a greenfield project, will use the best of the energy efficient technologies and intelligent smart port system that would create an operational efficiency and green port benchmark for other ports to follow. The vision of our Honorable Prime Minister Shri Narendra Modi ji is to create a greener, sustainable maritime infrastructure in the country that would help in bringing down the cost of logistics and also improve ease of doing business. They will also create an opportunity for promoting Make in India as envisioned under PM Gati Shakti National Master Plan, National Logistic Policy, Maritime India Vision 2030, Maritime Amrit Kal Vision 2047, and National Green Hydrogen Mission. In line with the vision objective, Ministry of the Port, Shipping, Waterways has drawn out time-bound action plan and a roadmap. Infrastructure projects are being monitored for fast-track delivery on all fronts. Under the flagship initiative of our Ministry of Port, Shipping and Waterways, Sagarmala, there are 55 projects worth more than 24,000 crores in the state of Kerala. Out of these, 19 projects worth more than rupees 5,300 crores have been completed and the rest are under various stages of implementation. As per the Container Port Performance Index of World Bank, our ministry's major port in Kerala, Cochin Port Authority, today ranked among 9 Indian ports listed in the top 100 ports of the world. Our ministry's highly reputed shipyard in Kerala, Cochin Shipyard Limited, is bagging increasing number of international as well as domestic order in the most modern segment of shipping vessel. The new dry dock and international ship repair facility at CSL inaugurated by Honorable Prime Minister recently would
exponentially boost revenue generation and employment opportunities in Kerala. We are all geared up to achieve the objective set by our Honorable Prime Minister Shri Narendra Modi ji, and India would soon be one of the top 3 economies in the world. On this occasion, when the Vizhinjam port is all set to receive the first mothership, I once again congratulate Kerala government and the Chief Minister of Kerala for this achievement. I also congratulate the Adani Group for their commitment and perseverance to attain this remarkable feat of developing such an excellent port in Kerala. I am confident that the performance of the Vizhinjam port will set new benchmark at par with the best in the world and will help position the country on the top of the global maritime map. Nani, Namaskaram, Jai Hind. Thank you very much, sir, for your heartfelt and inspiring words. Next, with your kind permission, we have a special address by none other than the Managing Director of Adani Ports and SEZ, Shri Karan Adani. It's been a pleasure for each one of us associated with the project at the Vizhinjam International Seaport Limited to work with your team at AVPPL. We truly acknowledge the commitment and the initiative brought in to enrich this project by each personnel under your guidance. When we meet next time, Karan, I hope that you will be able to proudly declare to the world that of all the ports Adani team owns and operates across the globe, Vizhinjam would be the number 1. Thank you and welcome. Honorable Chief Minister of Kerala, Shri Pinarayi Vijayan ji, Honorable Union Minister for Ports, Shipping and Waterways, Shri Sonowal ji, Honorable Ministers of the Government of Kerala, Honorable Member of Parliament, Legislative Assembly and local bodies, respected Chief Secretary and officers of the Government of Kerala, other distinguished guests, members of the media. Today is a historic day. Today is the day that marks the end of a very long wait. Today is the day when a 33-year-old dream has finally come true for Vizhinjam, for Kerala, and for India. And also, today is a day where we fulfill our promise of delivering a world-class port to the state of Kerala and our promise to Honorable Chief Minister of commissioning this port in time. The mothership, the San Fernando, now lying in our harbor, is a symbol of a new glorious achievement in Indian maritime history. It is a messenger that will tell the world that India's first automated container transshipment port and largest deep water port has begun commercial operations. In 1991, when this port project was first announced, Vizhinjam was just another village with ordinary prospects. At that time, no one could have imagined that it would become a world-class port. And let me tell you, in all humility, this port is going to be one of the world's top destinations for global container shipping. The 300-meter-long San Fernando, operated by Maersk, one of the world's leaders in shipping and logistics, is the first commercial container cargo vessel to call at this port. And we can all be confident that this ship is just the first of many thousands of very large container ships that will berth in this port in the years ahead. Since October 2023,
when we gathered here to welcome the first project ship of Virinjam, 7 such cargo ships have called at this port, and each one of them was a test of our capabilities. They were the ships that brought in heavy machineries that you now see installed in the port. These are not ordinary machines. They represent the world's most advanced port system and technologies. We have installed 8 ship-to-shore cranes and 23 cantilevered rail-mounted gantry cranes. The cantilevered rail-mounted gantry cranes are fully automated, and the ship-to-shore cranes are semi-automated and remotely operated. No other port, including our own highly advanced Mundra port, has these cranes or these technologies. In fact, what we have already installed here is South Asia's most advanced container handling technology. And once we complete the automation and the vessel traffic management system, Virinjam will be in a class of its own as one of the most technologically sophisticated transshipment port in the world. I'm delighted that every aspect that we had planned for is coming together, and we are privileged to have been given this opportunity to use our expertise to transform this part of India. In line with the Maritime Amrit Kal 2047, our Honorable Prime Minister's vision for the maritime sector. Speaking at the Global Maritime Summit 2023, Prime Minister Narendra Modi ji had highlighted India's plan to make the blue economy a key medium for creating a green planet. He underscored the government's drive to develop next-generation megaport, and Virinjam is a perfect example of his triple focus: ports for prosperity, ports for progress, and ports for productivity. What we have managed to achieve so far would not have been possible without the incredible all-round support we have received. I extend my deep gratitude on behalf of the Adani Group and on my own behalf to you, Honorable Chief Minister, Shri Pinarayi Vijayan ji, for guiding us through the most difficult part of this project and its execution on the ground. I would also like to thank Honorable Union Minister Shri Sonowal ji for providing generous and continuous support, as well as helping us supporting in the VGF grant at the center. We are also immensely thankful to the state and central government, to the warm and welcoming people of Virinjam and Tiruvananthapuram, to Shri Shashi Tharoor ji, Honorable Member of the Parliament for Tiruvananthapuram, to the late Shri Oman Chandi ji, to my Adani colleagues who put their heart and soul into this project, and also to the many leaders present here who put aside all their political differences to see Kerala's dream come true. Although we are expected to complete phase 1 in December this year, I am delighted to announce that we will complete the first phase much before that. We already have 600 meters of operational quay length, and we are preparing 7,500 container yard slots to accept cargo. While we are expected to handle 1 million TEUs per annum in phase 1, we are extremely confident that we will handle 1.5 million TEUs, 50% more. By 2028-29, when all 4 phases of this project are completed, Adani Virinjam Port will have invested a total of 20,000 crore rupees in this outstanding example of a large-scale PPP project. The public hearing for the port's master plan has just been successfully completed, and I am extremely humbled by the overwhelming support from the people
of Virinjam that we received during the public hearing. I am delighted to announce that as soon as we receive the environment clearance and other regulatory approvals, the Adani Group will begin work immediately on the port's remaining phases, and I'm very confident that this could begin as early as October of this year. We have already created over 2,000 direct and indirect jobs during construction and operation, and now with these wide-ranging developments, we will create more than 5,500 additional direct and indirect employment opportunities right here in Virinjam. Through the Adani Skill Development Center, we will equip thousands of young women and men with advanced specialized skills relevant to the maritime sector. And these high-level vocational skills will make them highly sought after, both in India and abroad. I thank each and every one of you who had worked extremely hard to make this international dream come true here in Virinjam. When we took on this project, our chairman, Shri Gautam Adani, promised to make Virinjam India's port of the future. And I'm extremely proud to say that we have fulfilled this promise today. Nani Namaskaram, Jai Hind. Thank you for your inspiring words and promises. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായി സർക്കാർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ബോർഡ് രൂപവൽക്കരിച്ചിട്ടുണ്ട്. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ആദരണീയരായ മന്ത്രിമാരുടെ സാന്നിധ്യത്തിലുള്ള ബോർഡിനെ പ്രതിനിധീകരിച്ച് കേരളത്തിൻ്റെ ആദരണീയനായ ധനം വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകൾ സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ, ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ബഹുമാനായ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ അവർകൾ, ശ്രീ കരൺ അദാനി, ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട മന്ത്രിസഭാംഗങ്ങൾ, MLA-മാർ, MP-മാർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, ഇവിടെ ഈ ചരിത്ര സംഭവത്തിന് ദിക്സാക്ഷികളാവാൻ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനീയ സുഹൃത്തുക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നിൽക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും പൊതുവിലിത് മനസ്സിലാക്കുന്നവർക്കുമെല്ലാം അഭിമാനകരമായൊരു മുഹൂർത്തമാണിത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണിത്. ഭാവി കേരളത്തിൻ്റെ കഥ പറയുമ്പോഴും ഭാവിയിലേക്ക് വരുന്നതിലും ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഈ നേട്ടത്തിൻ്റെ ആരംഭഘട്ടത്തിൽ, ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആരംഭഘട്ടങ്ങളിൽ മുതൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ ആ സമയത്ത് ആദ്യഘട്ടങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ ഇങ്ങനൊരു തുറമുഖം വേണമെന്ന് പറഞ്ഞത് മുതൽ ഇങ്ങോട്ട് വന്ന ഒരാളെന്ന നിലയിൽ വളരെ സന്തോഷമുള്ളൊരു ഘട്ടമാണ്. വിശദമായി ഈ പദ്ധതിയെ സംബന്ധിച്ച് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞു. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ തുറമുഖത്തിന് 3 ഘട്ടം കൂടി പൂർത്തീകരിക്കാനുണ്ട്. വലിയ ഒരു തുക, ഇപ്പോൾ ചെലവഴിച്ചതിനേക്കാളും അധികം തുക ചെലവഴിക്കേണ്ടി വരും. അതിനാവശ്യമായ സാമ്പത്തിക കാര്യത്തിന് യാതൊരു തടസ്സവും വരില്ല എന്ന കാര്യം ഇവിടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ തന്നെ 2300 കോടി രൂപ എന്ന് പറഞ്ഞാൽ അതൊരു അത്രയും തുക സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ എടുക്കാൻ നേരത്തെ പറഞ്ഞ വിഴിഞ്ഞം വിസിൽ കമ്പനി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടങ്ങളുടെ മിക്കവാറും എല്ലാം പൂർത്തീകരിക്കാനൊരു തടസ്സവും വരില്ല. രണ്ടാമത്തെ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, വിഴിഞ്ഞം ഒരു തുറമുഖം ഇവിടെ വന്നതുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഭാവിയിൽ എല്ലാ കാര്യവും ആവില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഇതിന് ചുറ്റുപാടും 10, 50, 100 കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനം, കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ വേണം, നല്ല റോഡുകൾ വേണം, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, അങ്ങനെ എക്സ്പോർട്ട് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതെല്ലാം വരുന്നതിൻ്റെ പദ്ധതി വിപുലമായി ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ്. റിംഗ് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമാണ്.
ഒരു 10,000 ഏക്കറെങ്കിലും ഏറ്റവും മിനിമം സ്ഥലം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിവരും. സ്വകാര്യ പങ്കാളിത്തം വലിയ തോതിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടിവരും. അതിനെല്ലാമുള്ള മുൻകൈയെടുത്ത് ഈ പദ്ധതിയെ അടുത്തൊരു 10 വർഷമാകുമ്പോഴേക്കും ഏറ്റവും വലിയ ചുറ്റുപാടുമുള്ള അടിസ്ഥാന സൗകര്യം, കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ എക്സ്പോർട്ട് പ്രൊമോഷൻ സൗകര്യങ്ങളെല്ലാമുള്ള വിപുലമായ ഒരു ബൃഹത് പദ്ധതിയാക്കുന്നതിനുള്ള പരിപാടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതും വളരെ നന്നായിട്ട് നടത്തുന്നതിന് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ മന്ത്രിമാർക്കും വേണ്ടി അവരെല്ലാം പറഞ്ഞു, ഇനി ഈ കമ്മിറ്റിയിലുള്ളവർ അവർ കൂടി റെപ്രസെൻ്റ് ചെയ്ത് ഇത്രയും സന്തോഷകരമായൊരു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി സർ. വിഴിഞ്ഞം തുറമുഖം എന്നത് ജനങ്ങളുടെ തുറമുഖമാണ്. കോവളത്തിൻ്റെ സ്വന്തം ജനപ്രതിനിധിയായ ശ്രീ വിൻസെൻ്റ് MLA അവർകളെ ഈ ആഹ്ലാദം പങ്കിടുന്ന അവസരത്തിൽ നമ്മോട് സംസാരിക്കുവാനായി ബഹുമാനത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളെ, ഏറെ സമാദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനുമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അവർകളെ, ബഹുമാന്യനായ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി ശ്രീ സർബാനന്ദ് സോനോവാൾജി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് മന്ത്രിമാർ, വിഴിഞ്ഞം അദാനി പോർട്ട് ലിമിറ്റഡിൻ്റെ ചെയർമാൻ ശ്രീ കരൺ അദാനി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സൗത്ത് ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് തുറമുഖമായി മാറിയതിൻ്റെ ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ തുറമുഖം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയാകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അതിന് എനിക്ക് അവസരമൊരുക്കിയ ഈ കോവളം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ ശ്രീ കരൺ അദാനി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ഈ 18-ാം തീയതിയാണ്. ഈ തുറമുഖം ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്, നമുക്കെല്ലാം അറിയാം. ഈ തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുന്നതുൾപ്പെടെ 4 കാലാവസ്ഥകൾ പഠനവിധേയമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാന പഠനവും, എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റും, സാമൂഹ്യാഘാത പഠനവും, പബ്ലിക് ഹിയറിംഗും എല്ലാം നടത്തി. അതുപോലെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്ന കേസുകൾ ഗ്രീൻ ട്രൈബ്യൂണലിലും, അതുപോലെ തന്നെ ചെന്നൈ ഗ്രീൻ ട്രൈബ്യൂണലിലും, ഡൽഹിയിലെ ഗ്രീൻ ട്രൈബ്യൂണലിലും എല്ലാം വന്ന കേസുകൾ, ആ സന്ദർഭത്തിൻ്റെ ഏറ്റവും ഗൗരവതരമായ അവസ്ഥ നമ്മൾ ഓർക്കണം. തൊട്ടപ്പുറത്ത് 40 കിലോമീറ്റർ അപ്പുറത്ത് കുളച്ചൽ തുറമുഖം, നമ്മുടെ തുറമുഖത്തിന് 8,000 കോടിയുടെ സ്റ്റേറ്റ് ഓൺഡ് തുറമുഖമായി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു തുറമുഖം തൊട്ടപ്പുറത്ത് വരാൻ പോവുകയാണ്. അന്ന് ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്ന അന്നത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ഷിപ്പിങ്ങിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു അപ്പുറത്തെ പാർലമെൻറ്റ് അംഗം. അദ്ദേഹം 20,000 കോടിയുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ആ സന്ദർഭത്തിലാണ് കേസ് വരുന്നത്. വളരെ സൂക്ഷ്മതയോടെ ഒരു സ്റ്റേ വന്നിരുന്നാൽ ഒരിക്കലും നമ്മുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല. അന്ന് ആ കേസ് സൂക്ഷ്മതയോടുകൂടി നടത്തി അതിലെല്ലാം വിജയിച്ചുകൊണ്ട് ഇതിൻ്റെ തുറമുഖത്തിന് കരാറൊപ്പിട്ട് മുന്നോട്ട് പോയി. ഇത് ഗവൺമെൻറ്റുകളുടെ തുടർച്ചയാണ്. ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെൻറ്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹമായിരിക്കുമായിരുന്നു. നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു. തീർച്ചയായും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തുറമുഖ നിർമ്മാണത്തിന് ഉള്ള തടസ്സങ്ങൾ നീക്കി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിലും നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ
വിവിധ ഗവൺമെൻറ്റുകൾ ഈ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ പൊതുവായി ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുള്ളത് വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ളതാണ്. ആ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയതരമായ കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകണം. വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കൈകൾ കോർത്ത് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനായ അധ്യക്ഷൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം, ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന ജോലികളിൽ തൊഴിലവസരങ്ങളിൽ 50% പ്രദേശവാസികൾക്ക് നൽകും എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ 100% സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അത് കൃത്യമായി നടപ്പിലാക്കാനുള്ളൊരു മെക്കാനിസം ഈ നാട്ടിൽ ഉണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ബഹുമാനായ രാജ്യസഭ MP അഡ്വക്കേറ്റ് A റഹീം അവർകളെ 2 വാക്ക് സംസാരിക്കുവാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള സമാദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഷിപ്പിംഗ് വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി, അതോടൊപ്പം വേദിയിലുള്ള മറ്റ് മന്ത്രിമാർ, പ്രിയപ്പെട്ടവരെ, കേരളം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അഭിമാനകരമായ ഒരു നേട്ടത്തിൻ്റെ നെറുകയിൽ ഇന്ന് നിൽക്കുകയാണ്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയാറുണ്ടല്ലോ. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചതും അത് തന്നെയാണ്. ഇനിയും ഒട്ടേറെ കാലങ്ങൾ നമുക്ക് മുന്നേറാനുണ്ട് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇച്ഛാശക്തിയോടെ പറയുമ്പോൾ കേരളത്തിന് ഭാവി തലമുറയ്ക്ക് അത് നൽകുന്ന ഊർജവും പ്രതീക്ഷയും വളരെ വലുതാണ്. സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നൊരു പദമുണ്ട്. അതിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത് സ്കിൽ ഇൻ മാനേജിങ് പബ്ലിക് അഫയേഴ്സ് എന്നാണ്. സ്കിൽ ഇൻ മാനേജിങ് പബ്ലിക് അഫയേഴ്സ്. കേരളത്തിൽ മഹാപ്രളയത്തിൻ്റെ ദിവസങ്ങളിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചടി മാധ്യമം ദ ടെലഗ്രാഫ് അതിൻ്റെ 1-ാമത്തെ പേജിൽ തലക്കെട്ട് കൊടുത്തത് ഇങ്ങനെയായിരുന്നു: CM ദ ക്രൈസിസ് മാനേജർ എന്നായിരുന്നു. ഒരു പദ്ധതി സ്വപ്നം കാണുന്നു എന്നതിനപ്പുറത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അസാധ്യമെന്ന് കരുതുന്നതിനെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം, ഒരു മാനേജിങ് സ്കിൽ, സ്റ്റേറ്റ്സ്മാൻഷിപ്പ്. ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പിലൂടെ മാത്രമേ ലോകത്തെവിടെയും വൻകിട പദ്ധതികൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് യാഥാർത്ഥ്യമാക്കപ്പെട്ടിട്ടുള്ളൂ. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുടെ ഉൽപ്പന്നമാണ് ഇന്നത്തെ ഈ ദിവസം. ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുടെ ഉൽപ്പന്നമാണ്. നാൾവഴികളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ ഈ പദ്ധതി തന്നെ നിലച്ചു പോയേക്കുമെന്ന് കരുതുന്ന ഒരു വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സന്ദർഭത്തിൽ എത്ര ഫലപ്രദമായാണ് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത്. ഇവിടെ 100 കോടിയാണ് തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചതെന്ന് കണക്ക് പറഞ്ഞു. ഇനിയും മുടക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇവിടെ പ്രഖ്യാപിക്കുന്നു. ജനങ്ങളെയാകെ ചേർത്ത് നിർത്തുന്ന, തദ്ദേശീയരെ കൈകാര്യം ചെയ്യുന്ന, അവരെ പരിഗണിക്കുന്ന ഗവൺമെൻറ് ഈ നിലപാടിനെ സ്ഥലം MLA തന്നെ ഇവിടെ ശ്ലാഘിക്കുന്നു. അങ്ങനെ ജനങ്ങളെയാകെ ചേർത്തു നിർത്തിയപ്പോഴും അവരെ കേട്ടപ്പോഴും ഒരു ഡിമാൻഡിൻ്റെ മുമ്പിൽ ഗവൺമെൻറ് മുട്ടുമടക്കിയില്ല. സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അവിടെയാണ് ഉണ്ടായത്. എന്തായിരുന്നു ആവശ്യം? അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന ഈ പദ്ധതി നിർത്തിവെക്കണമെന്നതായിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന ഈ പദ്ധതി നിർത്തിവെക്കാൻ സന്നദ്ധമല്ലെന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഉണ്ടായത് എൻ്റെ ഉറച്ച വിശ്വാസം ഈ തുടർ ഗവൺമെൻറ്റിൻ്റെ, 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു സവിശേഷതയായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഏതെല്ലാം നിലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവായി
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുന്നു. ഇതിലൂടെ നമ്മുടെ രാജ്യം തന്നെ ലോകത്തിൻ്റെ നെറുകയിൽ തല ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ നാടും ഈ ഇച്ഛാശക്തിയും ഈ നാടിൻ്റെ ഒത്തൊരുമയും കാരണമായി മാറുന്നു എന്നത് ഏറെ അഭിമാനിക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ്, ഒരു കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും ഏറെ സ്നേഹത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മൾ ഈ ചരിത്ര നിമിഷത്തിൻ്റെ ഉപസംഹാര വേളയിലേക്ക് കടക്കുകയാണ്. ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞാനും കടക്കട്ടെ. ആദ്യമായി നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ, കേരള ചരിത്രം കരുത്തുറ്റ വികസന നായകൻ എന്ന് വിലയിരുത്താൻ പോകുന്ന നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളോടാണ്. താങ്കളുടെ മഹനീയ സാന്നിധ്യത്തിനും താങ്കൾ നൽകുന്ന ശക്തിക്കും എന്നും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ ഈ ചടങ്ങിനെ സവിശേഷമാക്കി തീർക്കുവാനായി കേന്ദ്രമന്ത്രി ശ്രീ ശോഭാനന്ദ് സോനോവാൾ ഇവിടെ നമ്മോടൊപ്പം എത്തിച്ചേർന്നു. പോർട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം നിരീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, വി ആർ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് വി ലുക്ക് ഫോർവേഡ് ടു ബി your host over and over again, sir, Honorable Union Minister. Thank you so much for being with us and your continued support. അധ്യക്ഷൻ, നമ്മുടെ സ്വന്തം തുറമുഖ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവർകൾക്കും, ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ഷംഷീദ് അവർകൾക്കും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയരായ എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാർ ശ്രീ ശിവൻകുട്ടി അവർകൾ, ശ്രീ കെ രാജൻ അവർകൾ, ശ്രീ കെ എൻ ബാലഗോപാലൻ അവർകൾ, ശ്രീ സജി ചെറിയാൻ അവർകൾ, ശ്രീ ജി ആർ അനിൽ അവർകൾ, ശ്രീ കേളു അവർകൾ, കോവളത്തിൻ്റെ സ്വന്തം MLA ആയ ശ്രീ വിൻസെൻ്റ് അവർകൾ, രാജ്യസഭ MP അഡ്വക്കേറ്റ് A. റഹീം അവർകൾ, തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ യുവ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവർകൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാദരങ്ങളും നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്ന് ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നൂതന ആശയങ്ങളും കൊണ്ടുവരുന്ന അദാനി ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, അദാനി പോർട്സ് ആൻഡ് SEZൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കരൺ അദാനി ആൻഡ് all the honorable heads of Adani Group, Shri Ashwini Gupta, Shri Pranab Chaudhary, Shri Pradeep Jayaraman and his entire team at AVPPL. Thank you and we really look forward to working with you all. ആദരണീയനായ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, പോർട്ട് സെക്രട്ടറി ശ്രീ ശ്രീനിവാസ് അവർകൾ, മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തങ്ങളുടെ ഐശ്വര്യ സാന്നിധ്യം കൊണ്ട് നമ്മുടെ സദസ്സിനെ ധന്യമാക്കിയ മൗലവി ഇമാം അവർകൾ, നമ്മുടെ ആദരണീയനായ ജ്ഞാനതപസ്വി അവർകൾ, നമ്മുടെ നിക്കോളാസ് അച്ഛൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനി വിസിലിന് ചുക്കാൻ പിടിക്കുന്ന അനവധി വ്യക്തികൾ ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഏവരുടെയും ഈ സംഘബലത്തിന് ഇനിയും ആക്കം കൂട്ടുവാൻ ഇത്തരത്തിലുള്ള പ്രോത്സാഹനം ഉതകട്ടെ എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം, തിരുവനന്തപുരത്തെ ആദരണീയരായ MLA-മാർ, ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരണീയരായ അനവധി വ്യക്തിത്വങ്ങൾ, നമ്മുടെ ബഹുമാനായ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള അനവധി വ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്ലാനിംഗ് ബോർഡ് അംഗങ്ങളുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാത്തതിൽ ക്ഷമിക്കണം. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നമ്മുടെ പ്രിയങ്കരായ മാധ്യമപ്രവർത്തകർ എല്ലാവരും തുടർന്നും വിഴിഞ്ഞം പദ്ധതിക്ക് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും ഈ അഭിമാനം പങ്കുവെച്ചുകൊണ്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ കൗൺസിലർമാർ നമ്മോടൊപ്പമുണ്ട്. അവർ യഥാർത്ഥത്തിൽ
നമുക്കിന്ന് ആതിഥേയം അരുളുകയാണ്. അതുകൊണ്ടാണ് അവരെ അവസാനം സൂചിപ്പിക്കുന്നത്. ഓമനയമ്മയും പനിയടിമയും ഒക്കെ നമ്മോടൊപ്പം ഉണ്ട്. അധികം നീട്ടുന്നില്ല. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നതിനും ഇത്രയും മനോഹരമായ ഈ ചരിത്ര പ്രസക്തമായ വേദിയിലും സദസ്സിലും ആഹ്ലാദം പങ്കിട്ടതിനും ഹൃദയപൂർവ്വം 1000 നന്ദി. നമസ്കാരം.